അസമിൽ റെയിൽവേ ട്രാക്കിൽ സ്ഫോടനം. കൊക്രജാർ സലാക്കതി സ്റ്റേഷനുകൾക്കിടയിലാണ് സ്ഫോടനമുണ്ടായത്. അട്ടിമറി സംശയത്തിൽ റെയിൽവേ പോലീസ്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, എന്താണ് വിവരങ്ങൾ? എപ്പോഴാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത്? മാധു, ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് ഈ സംഭവം. ഈ പൊട്ടിത്തെറി 2 സ്റ്റേഷനുകൾക്കിടയിൽ, അതായത് കൊക്രജാർ അതുപോലെ തന്നെ സലാഖതി റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ ഉണ്ടാകുന്നത്. ഒരു IED പൊട്ടിത്തെറിച്ചതാണ്, ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് പൊട്ടിത്തെറിച്ചതാണെന്ന സംശയമാണ് ഇപ്പോൾ ലോക്കൽ പോലീസിനും അതുപോലെ റെയിൽവേ പോലീസിനും ഉള്ളത്. ഈ പ്രദേശത്തോടു കൂടി ഇന്ന് പുലർച്ചെ ഒരു ഗുഡ്സ് ട്രെയിൻ പോയപ്പോൾ വലിയ രീതിയിലുള്ള ഇളക്കം, ജർക്കിംഗ് അനുഭവപ്പെട്ടു. അങ്ങനെയാണ് ആ ലോക്കോ പൈലറ്റ് ട്രെയിൻ നിർത്തി ഇറങ്ങി പരിശോധിച്ചത്. അപ്പോൾ ഈ പൊട്ടിത്തെറിയെ തുടർന്ന് റെയിൽവേ ട്രാക്കിൻ്റെ ഒരു ഭാഗത്തിൽ വലിയ രീതിയിലുള്ള വിള്ളൽ, ഒരു കഷ്ണം ഇളകിപ്പോയ രീതിയിൽ ഒരു ശ്രദ്ധയിൽപ്പെട്ടു. അതിന് പിന്നാലെ റെയിൽവേ അധികൃതരെ വിവരം അറിയിച്ചു. അങ്ങനെ കൂടുതൽ അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആ വഴി ഉണ്ടായിരുന്ന മറ്റെല്ലാ സർവീസുകളും താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു ചെയ്തത്. ഇത്തരത്തിൽ 10-ലധികം ട്രെയിനുകളുടെ സർവീസുകൾ ബാധിക്കപ്പെട്ടു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ വ്യക്തമാക്കിയിരിക്കുന്ന മറ്റൊരു കാര്യം. നിലവിൽ അട്ടിമറി സംശയിക്കുന്നുണ്ട്. IED എങ്ങനെ ഈ പ്രദേശത്തേക്ക് വന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള പരിശോധന അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ സംഭവം കണ്ടെത്തിയതിന് പിന്നാലെ തന്നെ അവിടെ റെയിൽവേ ഉദ്യോഗസ്ഥരെത്തി അറ്റകുറ്റപ്പണികളെല്ലാം തന്നെ നടത്തി. രാവിലെ 5:20 അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി. പരിശോധനയ്ക്ക് ശേഷം 6 മണിയോടെയാണ് അതുവഴിയുള്ള റെയിൽവേ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. എന്തായാലും ഈ IED ആര് കൊണ്ടുവച്ചു, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് അവിടെ ആ ഒരു സ്ഫോടനം ഉണ്ടായത്, പൊട്ടിത്തെറി ഉണ്ടായത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ലോക്കൽ പോലീസും റെയിൽവേ പോലീസുമാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അട്ടിമറി സാധ്യത അത് തള്ളുന്നില്ല. വലിയ രീതിയിൽ ഇപ്പോഴും അന്വേഷണം ആ പ്രദേശം കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ ഈ 2 റെയിൽവേ സ്റ്റേഷനുകളും അതിന് സമീപത്തായിട്ടുള്ള പരിധികളും കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്.